ഞാൻ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് അടികപ്പേര കൂട്ടമണിയാണ്. അടികപ്പേരന് ശേഷം ആരെങ്കിലും ഒരു പ്രൊഡ്യൂസർ പൈസ ഉണ്ടാക്കിയോ? അത് എന്റെ പടം ചെയ്തിട്ടോ? ഒരു 5000 രൂപയ്ക്ക് വേണ്ടി ടോട്ടൽ എത്ര ഹിറ്റ്? പൈസ ഉണ്ടാക്കിയ എത്ര പടങ്ങൾ? ഇത് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ ഇത് നെപ്പോട്ടിസത്തിന്റെ ഭാഗമാണോ? ഈ ശ്രീനിവാസന്റെ മകനായതുകൊണ്ടാണോ വിജയേട്ടൻ എന്നെ വിളിച്ച് അല്ല വിനീത് ശ്രീനിവാസന്റെ ബ്രദർ ആയതുകൊണ്ടോ? ഞാൻ സിനിമ ആഗ്രഹിച്ചിട്ടേ ഇല്ല. പിന്നെ നിങ്ങൾക്ക് എന്ത് വളരെ ചെയ്യാൻ? നിങ്ങൾ സത്യത്തിൽ എന്ത് ചെയ്യാൻ? അല്ല, ഇത് ജനങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. Nation wants to know. Are you lazy? Are you a lazy man? 4 വർഷത്തിൽ ഏറ്റവും കൂടുതൽ മലയാളത്തിൽ സിനിമ ചെയ്ത് ഇന്ത്യൻ സിനിമ ചെയ്ത ആളെ ഞാനായിരിക്കും. എണ്ണം നോക്കൂ. നിങ്ങൾ അഭിനയിക്കുന്ന സിനിമയിലും 100% ജസ്റ്റിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്താ അത് അങ്ങനെ നിയമമുണ്ടോ അങ്ങനെ ചെയ്യണമെന്ന്? I think it's 80% of hard work and the rest But is still gone. there is a In gamble. case of fire, please don't use അത് elevators. ഓൾറെഡി അടിച്ചു പരിപാടി. അമ്മയിലെ മെമ്പറാണോ? ആണ്. AMMA എന്ന് വിളിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നിങ്ങൾ നിങ്ങളെ ഇഷ്ടമുള്ള വിളിച്ചോ, എന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ അത്. അല്ല, എന്തുകൊണ്ടായിരിക്കും? അവർക്ക് കൂട്ടി വായിക്കാൻ അറിഞ്ഞൂടാത്തോണ്ട് നാല് പേര് ഇവിടെ ഇരിപ്പുണ്ട്. ആപ് കൈസേ ഹോ? पूरा ठीक है ना? ठीक है. ഇന്ന് നിങ്ങളുടെ അടുത്ത് സുഖമാണെന്ന് ചോദിക്കാൻ ഒരു സെലിബ്രിറ്റിയും ഒരു നിർമ്മാതാവും ഇവിടെ എത്തിയിട്ടുണ്ട്. സെലിബ്രിറ്റിയും നിർമ്മാതാവും. ആ, ഒരു നല്ല താരവും നല്ല നിർമ്മാതാവുമാണ്. 4 ചോദ്യം, ഓരോ ആൾക്കും ഓരോ ചോദ്യമാണ്. കൃത്യമായിട്ട് മറുപടി പറയണം. കൃത്യമായി മറുപടി ഇഷ്ടപ്പെട്ടാൽ ഈ സിനിമയുടെ നിർമ്മാതാവ് നിങ്ങൾക്ക് 5000 രൂപ അത്ര ചീപ്പാണ്. ഞാൻ ബോർഡ് കൃത്യ മറുപടി തൃപ്തിയായാൽ 5000 രൂപ പ്രൈസ്. ഓക്കെ, ശരി. ഞാൻ അംഗീകരിച്ചോ? 5000 രൂപ. 5000 രൂപ വരും. പിന്നെ ചോദിച്ചു അല്ല, 5000 രൂപ വരും. അപ്പൊ നമുക്ക് ആ സെലിബ്രിറ്റി ഒന്ന് വിളിച്ചാലോ? ദേ എത്തിയിരിക്കുന്നു. ക്യാമറ വന്നോ? ക്യാമറ. അപ്പൊ നമുക്ക് നോക്കാം. Ready? ഇത്രയും ചീപ്പായിട്ടൊരു ഇൻട്രോ എന്റെ ലൈഫിൽ എനിക്ക് കിട്ടിയിട്ടില്ല. എന്നാലും 5000 രൂപയെങ്കിലും വില ഉണ്ടല്ലോ. സെലിബ്രിറ്റി നിർമ്മാതാവ്. അതെ, വെറും 5000 രൂപ. ഇത്ര ചീപ്പ്. എന്റെ ഹൈദരാലി ഇനി എന്നെ ആരും വിളിക്കത്ത് പോലും ഇല്ല. എന്തായാലും ഭാഗ്യം. എന്നാലും ഇതിനിടെ തോണ്ടിട്ട് എന്നോട് പറഞ്ഞ 5000 കിട്ടുവാണെങ്കിൽ 2 അവന് കൊടുക്കണോന്ന്. അതുകൊണ്ട് അതിന്റെ ആപ്പിലോ കേസേ ഹോ. അപ്പൊ ഞാൻ കുറച്ചു നേരമായിട്ട് ഇവിടെ ഇരുന്നപ്പോ ഞാൻ ബോറടിച്ചപ്പോഴാണ് പറഞ്ഞത് 4 ചോദ്യങ്ങൾ. എല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണല്ലോ. അപ്പൊ 4 ചോദ്യങ്ങൾ എനിക്ക് ചോദിച്ച് മുട്ടിയിട്ട് വയ്യ. അപ്പൊ 4 ചോദ്യം. അതെ, മുതലാളി ഇവിടെ യാദൃശ്യമായിട്ട് നമ്മുടെ ഇന്റർവ്യൂ എടുക്കുന്ന ഹോട്ടലിൽ വന്ന് അതിനെ പാസ് ചെയ്ത് പോവായിരുന്നു. ഞാൻ പറഞ്ഞു വരുമ്പോ